പ്രിയ സഹോദരങ്ങളെ, ഡെയിലി ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളിലെ 22-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വാക്യം കൂടിയാണ്. കാരണം ആ വാക്യം ഇതാണ്: ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. എത്ര മനോഹരമായിട്ടുള്ളൊരു വാക്യമാണ്. നമ്മളുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും അവർ വളർന്നു വരുമ്പോൾ ഏത് രീതിയിലുള്ള വ്യക്തികളാകണമെന്നും തീരുമാനിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ നിക്ഷിപ്തമാണ്. ബൈബിൾ വചനം പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പരിശീലിപ്പിക്കും. അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കൾക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടുന്നത് എങ്ങനെ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതേപോലെ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ അവർ ഏത് രീതിയിൽ നിർവഹിക്കണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടുന്നത്. മാതാപിതാക്കൾ ഇതിലൊരു മാതൃക കാണിക്കണം. മക്കളോട് നിങ്ങൾ സഹോദരങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവരുടെ മനസ്സിൽ സ്പർശിക്കുന്നതും അവർ മനസ്സിലാക്കുന്നതും മാതാപിതാക്കളായ നമ്മളുടെ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുകയും നമ്മളുടെ സഹോദരങ്ങളോട് നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുകയും നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്തതിനു ശേഷം നമ്മളുടെ മക്കളോട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് അത് ഉൾക്കൊള്ളുക? അതുകൊണ്ട് മക്കൾക്ക് നല്ല മാതൃകയാകുന്ന മാതാപിതാക്കളായിട്ട് നമ്മൾ മാറണം. നമ്മൾ എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും നമ്മുടെ മക്കൾ വളരുന്നത്. ക്രിസ്തുനാഥനെ കുരിശിൽ തറക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ക്രിസ്തുനാഥൻ തന്നെ ഓർത്ത് വിലപിക്കുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കും. അതെ, ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത്, മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് മക്കളെ ഓർത്താണ്. മക്കളുടെ വഴിവിട്ട ജീവിതം. പലരും മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. പലരും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റിന് അഡിക്റ്റാണ്. പലരും ദുർനടപ്പുകാരായിട്ട് മാറുന്നു. എന്നാൽ നല്ല സ്വഭാവമുള്ള മക്കളുണ്ട്. എങ്ങനെയാണ് അവർ നല്ല സ്വഭാവമുള്ളവരായിട്ട്? അവരുടെ മാതാപിതാക്കൾ അച്ചടക്കമുള്ളവരും സ്നേഹമുള്ളവരും അതേപോലെ തന്നെ മറ്റുള്ളവരോട് വിനയത്തോടും കൂടി പെരുമാറുന്നവർ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മക്കൾ വഴിതെറ്റിപ്പോയതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിധി എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അതല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ അവർക്ക് മാതൃകയായിട്ടില്ല. നമ്മളുടെ മക്കൾക്ക് നല്ല രീതിയിൽ പെരുമാറുവാനായിട്ടും നല്ല രീതിയിൽ സംസാരിക്കുവാനും നല്ല രീതിയിൽ അധ്വാനിക്കുവാനുമുള്ള ഒരു ഉത്തമ മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മക്കൾ ഇനി വഴിതെറ്റി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ശൈശവം മുതൽ തന്നെ അവർ നമ്മളെ കണ്ടുപഠിക്കട്ടെ, നല്ല മാതൃക കാണട്ടെ, അവരത് തുടരട്ടെ. നമ്മളുടെ സംസാരവും നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ ഭക്തിയും നമ്മളുടെ ബഹുമാനവും എല്ലാം അവർ കണ്ട് മനസ്സിലാക്കട്ടെ. അവർ നമ്മളിലൂടെ നല്ല വ്യക്തികളായിട്ട് വളരട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നാളെ കാണാം.